വരുത്താൻ പറ്റും. ഇപ്പോ അതിത്രയേ ഉള്ളൂ. ഒരാള് വിശക്കുന്നു, അയാൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് താത്കാലികമായ ദുഃഖം നിവൃത്തി വരുന്നു. എന്തെങ്കിലും ഒരു ഇല്ലായ്മയുടെ പേരിൽ അയാൾ കഷ്ടപ്പെടുമ്പോൾ അയാളെ സഹായിച്ചു കഴിഞ്ഞാൽ ആ താത്കാലികമായ ദുഃഖ നിവൃത്തി വരും. ഇതല്ല ഇവിടെ തത്വബോധത്തിന്റെ വഴി. അത് ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ് പറയുന്നത്. താത്കാലികമായ ദുഃഖ നിവൃത്തി കൊണ്ട് ദുഃഖ നിവൃത്തി സംഭവിക്കുന്നില്ല. അത് ബാഹ്യദൃഷ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, തത്വദൃഷ്ടി ചെയ്യുന്ന കാര്യമല്ല. ലോകദൃഷ്ടിയിൽ അതിന് ധർമ്മമുണ്ട്, നീതിയുണ്ട്, ന്യായമുണ്ട്, ശരിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ തത്വദൃഷ്ടിയിൽ വരുമ്പോൾ അത് വിശേഷിച്ചൊന്നുമില്ല. എന്തുകൊണ്ട്? അവന് ദുഃഖ നിവൃത്തി അവിടെ സംഭവിക്കുന്നില്ല. അത് തന്നെ വീണ്ടും അവൻ ദുഃഖിയായി തന്നെ ഇരിക്കുന്നു. ഒന്നിൽ അവൻ സുഖിയായെങ്കിൽ മറ്റൊന്നിൽ അവൻ ദുഃഖിയാകുന്നു. ആധ്യാത്മികമായ ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ആ സമത്വ ബോധം കൊണ്ടാണ്. ആ ദുഃഖ നിവൃത്തി തന്നിൽ നിന്നും തുടങ്ങും. തന്നിൽ ദുഃഖം നിവൃത്തമായി, ആ തന്നിൽ ദുഃഖം നിവൃത്തമായവന് പിന്നെ ഇവിടെ ദുഃഖമില്ല, ഒരിടത്തും ദുഃഖമില്ല. എന്തുകൊണ്ട്? തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ലല്ലോ. തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ലെങ്കിൽ തന്നിൽ ദുഃഖ നിവൃത്തി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെവിടെയാണ് ദുഃഖം? ലോകത്തിൽ ദുഃഖമില്ല. താൻ തന്നെയാണത്. തന്നിൽ ദുഃഖ നിവൃത്തി സംഭവിച്ചു. പിന്നെ അവിടെ ദുഃഖ നിവൃത്തി സംഭവിച്ചിരിക്കുന്നു. ഇതിന്റെ ഒരു മറുസൈഡ് പറയാം. എന്താണ്? അപ്പോ ലോകത്തിന്റെ ദുഃഖമൊക്കെ തന്റെ ദുഃഖമായി കാണുന്നു എന്ന് പറയും. സാധാരണ പറയാറുണ്ട്, ലോകത്തിന്റെ ദുഃഖത്തെ തന്റെ ദുഃഖമായി കാണുന്നു എന്ന് പറയും. തന്റെ ദുഃഖത്തെ, തന്റെ ദുഃഖമെന്ന് ഉള്ളത് ആദ്യമേ തന്നെ പോയി. തന്റെ ദുഃഖം എന്ന് പറയുന്ന ഒന്നില്ല. പിന്നെങ്ങനെ ലോകത്തിന്റെ ദുഃഖത്തെ തന്റെ ദുഃഖമായി കാണാൻ പറ്റും? അങ്ങനെ കാണണമെങ്കിൽ തനിക്കൊരു ദുഃഖം വേണ്ടേ? തന്നില്ലാ ദുഃഖം നിവൃത്തി സംഭവിച്ചവന് ആ തത്വദൃഷ്ടിയിൽ ആണ്. തത്വദൃഷ്ടിയിൽ പിന്നെ ലോകത്തിന്റെ ദുഃഖമൊന്നുമില്ല. അവിടെ ഉണ്ടായിട്ട് വേണ്ടേ പിന്നെ തന്റെ ദുഃഖമായി കാണും. അതുകൊണ്ടാണ് തത്വജ്ഞൻ ലോകത്തിൽ നിശ്ചിന്തനാകുന്നത്, ലോകവ്യവഹാരത്തിൽ അവൻ നിശ്ചിന്തനാകുന്നത്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? അവന് കർമ്മ നിവൃത്തി സംഭവിക്കുന്നു എന്ന് പറയുന്നു. കാരണം ദുഃഖ നിവൃത്തി തന്റെ സ്വരൂപമാണ്. അത് തന്നെയാണ് സർവവും. അവിടെ പിന്നെ ലോകത്തിന്റെ ദുഃഖമില്ല, തന്റെ ദുഃഖമില്ല, അങ്ങനെ രണ്ട് ദുഃഖങ്ങളില്ല. പിന്നെ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് മഹാത്മാക്കൾ അങ്ങനെ പറയാറുണ്ട്? അത് പറയുന്നത് വ്യാവഹാരിക ദൃഷ്ടി, ലോകദൃഷ്ടി. ലോകദൃഷ്ടിയിൽ വ്യവഹാരദൃഷ്ടി പറയുന്നതാണ്, തത്വദൃഷ്ടി പറയുന്നതാണ്. ലോകവ്യവഹാരത്തിന് എന്താണ്? ന്യായം, നീതി, ധർമ്മം തുടങ്ങിയ കാര്യങ്ങൾ ലോകവ്യവഹാരത്തിലുണ്ട്. അപ്പം അവയെ സാധൂകരിക്കുന്നതിന് വേണ്ടി അതാവശ്യമുണ്ടല്ലോ. തത്വദൃഷ്ടി വേറെ, ലോകവ്യവഹാരം വേറെ. നേരത്തെ പറഞ്ഞല്ലോ, ഭേദപ്രതീതി വേറെ, തത്വബോധം വേറെ. ഭേദപ്രതീതി അങ്ങനെ നിലനിൽക്കുമ്പോൾ ലോകവ്യവഹാരവും നിൽക്കുന്നു. ആ ലോകവ്യവഹാരത്തിൽ എന്ത് വേണം? സത്യം, ധർമ്മം, നീതി, ദയ, കാരുണ്യം തുടങ്ങിയ സദ്ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ അതിന്റെ സാധൂകരണത്തിന് വേണ്ടി പറയും ലോകത്തിന്റെ ദുഃഖം മഹാത്മാവ് തന്റെ ദുഃഖമായി കാണുന്നു. അത് പാരമാർത്ഥിക ദൃഷ്ടിയിലല്ല. പാരമാർത്ഥിക ദൃഷ്ടിയിൽ അവിടെ തത്വബോധത്തിൽ ദുഃഖ നിവൃത്തി സംഭവിച്ചിരിക്കുന്നു. രണ്ടിനെ രണ്ടായി കാണും. ഒന്ന്, അവിടെ താനില്ല, അന്യനില്ല, അതുകൊണ്ട് തന്റെ ദുഃഖം അന്യന്റെ ദുഃഖം അങ്ങനെ ഒന്നില്ല. അവിടെ നിത്യനിവൃത്തമാണ്. ആ പാരമാർത്ഥിക ദൃഷ്ടിയിലേ കൊണ്ടു ഒരു തത്വജ്ഞാനിക്ക് കൃതകൃത്യത.
വ്യാവഹാരിക ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ കൃതകൃത്യതയില്ല. എന്തുകൊണ്ട്? അവിടെ ഇപ്പോൾ കർത്തവ്യ ബോധം വരും, ദുഃഖ നിവൃത്തി എന്ന് പറയുന്ന കർത്തവ്യബോധം വരും. കർത്തവ്യബോധം വരുമ്പോൾ കർമ്മം വരും, കർമ്മം വരുമ്പോൾ ദ്വന്ദ്വാനുഭവം വരും, ദ്വന്ദ്വാനുഭവം വരുമ്പോൾ സുഖദുഃഖങ്ങൾ വരും. പിന്നെ അത് വ്യവഹാര വഴിക്ക് അത് പോകും. അതിന് വിരതിയില്ല, അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. തത്വദർശിയിൽ അങ്ങനെയല്ല. അന്യനെ കാണുന്നില്ല. അന്യനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അഹംബുദ്ധിയോടുകൂടി കാണുകയും അഹംബുദ്ധിയോടുകൂടി ഇരിക്കുന്ന അന്യനെ താനായി കാണുകയാണോ? അല്ല. അവിടെ അഹംബുദ്ധിയെ നിഷേധിക്കുന്നു, ദ്വൈതത്തെ നിഷേധിക്കുന്നു. സമദർശിത്വം, സമം എന്ന് പറയുന്ന തത്വമാണ്. ആ തത്വത്തെ കാണുന്നു സർവത്ര. ആ തത്വം ദുഃഖസ്പർശിയല്ല. അതാണ് പാരമാർത്ഥിക ദൃഷ്ടി. അവിടെ പിന്നെ ദുഃഖ നിവൃത്തിക്കുള്ള യത്നത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഭേദപ്രതീതി തുടരുന്നു. ഇപ്പോൾ ഒരാൾ അവിടെ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇവിടെ തത്വത്തിന് പ്രാധാന്യം കൊടുക്കുമോ അതോ തത്വമല്ലാത്തതിന് പ്രാധാന്യം കൊടുക്കും? തത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അവിടെ അയാൾ കൃതകൃത്യനായി. അതാണ് കൃതകൃത്യത എന്ന് ഭാഷകാരൻ പറയും. പിന്നെ അയാൾക്ക് കർത്തവ്യശേഷമില്ല, ചെയ്യേണ്ടതായൊന്നും അവസാനിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ ഒരാൾ ആ തത്വദൃഷ്ടിയിലാണ്, എന്നാൽ ഭേദപ്രതീതിയെ അംഗീകരിച്ചുകൊണ്ട് വ്യവഹാരത്തിലേർപ്പെട്ടാൽ ശരി, അയാളുടെ തത്വബോധത്തെ അത് ദൃഢമാണെങ്കിൽ എന്ന് പ്രത്യേകം പറയണം. ഇവിടെ പറയുന്ന രീതിയിൽ അവധാരണ രൂപത്തിലാണെങ്കിൽ ആ തത്വബോധത്തെ അത് ബാധിക്കുന്നില്ല. ആ ഭേദപ്രതീതി അത് ബാധിക്കുന്നില്ല. അയാൾക്ക് ആ തത്വബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അത് പറയും, ഉള്ളലയാതെ ഉള്ളഴിയാതെ എന്നൊക്കെ ചിലർ പറയും. എന്നുവെച്ചാൽ ഇത് ആന്തരികമായി തന്നെ ബാധിക്കാതെ അയാൾക്ക് വ്യവഹാരത്തിൽ നിൽക്കാൻ കഴിയും. അതിന് കൊടുക്കുന്നത്, ബലം കൊടുക്കുന്ന അയാളുടെ ആത്മബോധമാണ്. ആത്മതത്വം നിസ്സംഗമാണ്. അത് ഒരുവൻ സുഖിച്ചാലും ദുഃഖിച്ചാലും ആസക്തനായാലും അനാസക്തനായാലും ശരി, ആത്മതത്വത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. അത് സുഷുപ്തി പോലെ. അവിടെ താൻ പുരുഷനാണോ സ്ത്രീയാണോ, ആസക്തനാണോ അനാസക്തനാണോ, താൻ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ, ഇതൊന്നും അവിടെ ബാധിക്കുന്നില്ല. അത് ഏകരൂപത്തിൽ തന്നെ. അതാണ് സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത്, സുഷുപ്തി സ്ഥാനം. അവിടെ ഇതൊന്നും ഒരു വിഷയമില്ല. അവിടെ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമൊന്നുമില്ല. പക്ഷെ ജാഗ്രതത്തിൽ വരുമ്പോൾ അവിടെ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദം വരുന്നു. ആ ഭേദം എന്താണോ? ഏകഥ ഏവാനുഷ്ഠി. ആ ഭേദ ബോധമാണ് ആ ഭേദത്തെ ഉണ്ടാകുന്നത്. അത് അവധാരണ രൂപത്തിലുള്ള ബോധം. ആ ബോധം അതല്ലാതെ വേറൊന്നുമില്ല. ആ ബോധം അവിടെ തത്വജ്ഞാനം, ജ്ഞാനി, അത് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അപ്പോൾ തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം തനിക്ക് തന്നെ ഉണ്ടാകും. അവിടെ തന്റെ സ്വരൂപം, അതിനെക്കുറിച്ചുള്ള ബോധം, താൻ, ആ ബോധമുള്ളവൻ, ഇങ്ങനെയൊക്കെയുള്ള പിരിവുകൾ ഉണ്ടെങ്കിലും എന്താണ് ആ ബോധം ദ്വൈതത്തെ ബാധിക്കുന്നു. എന്തുകൊണ്ട്? ആ ബോധത്തിന്റെ തത്വം അതൊന്നാണെന്ന് ഉള്ളതാണ് ആ ബോധം. അവിടെ ആ ബോധത്തിൽ അവൻ ഭേദത്തെ കാണുന്നില്ല. ഭേദം താൻ കണ്ടാലേ ഉള്ളൂ, ഇല്ലെങ്കിലില്ല. അപ്പോൾ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നിടത്തും എന്താണ്? അവിടെയും അഭേദമാണ്.
അവിടെയും അഭേദം എന്നുള്ള ബോധമാണ്. അതുകൊണ്ട് സ്വരൂപബോധത്തിൽ ഭേദമില്ല. അവന് വിഷയബോധം ഭേദരൂപത്തിൽ പ്രതീതമായാലും അവിടെ തത്വബോധത്തിൽ അവനെല്ലാം ഏകമായി ഗ്രഹിക്കുന്നു, അഭേദമായി ഗ്രഹിക്കുന്നു. അത് നിശ്ചയരൂപത്തിലാണ്. അതുകൊണ്ട് വ്യവഹാരഭേദം അതൊന്നും ഇതിനെ കീഴ്പ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഏകരൂപത്തിൽ കാണണം.